ആലപ്പുഴയിൽ എത്ര പ്രാവശ്യം പോയാലും മതിയാവില്ല. അതുപോലെയുള്ള വൈബാണ് ആലപ്പുഴയും ഹൗസ് ബോട്ടും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോയത് ഇവിടെയുള്ള സ്പെഷ്യൽ സ്കൂളിലെ പിള്ളേരെ ആയിട്ടാണ്. അപ്പോൾ പിള്ളേരെ ആയിട്ട് പോയത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നല്ലൊരു സന്തോഷമുണ്ട്. കാരണം വയ്യാത്ത പിള്ളേരെ ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി അവർക്കതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഹൗസ് ബോട്ടിലിരുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്പീഡ് ബോട്ട് പോകുന്ന കാണാം. ആ സ്പീഡ് ബോട്ടുകൾ നമ്മുടെ അടുത്തേക്കും വരും. നമുക്ക് വേണമെങ്കിൽ ഒരു റൈഡിന് പോവാം. അപ്പം ബോട്ടിൽ നിന്ന് ഈ ഹൗസ് ബോട്ടിൽ നിന്ന് നേരെ സ്പീഡ് ബോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് റൈഡ് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ അതേ ഹൗസ് ബോട്ടിൽ കൊണ്ട് വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏതായാലും അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ കപ്പിത്താൻ്റെ സ്ഥലത്ത് പോയിരുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. കടലായതുകൊണ്ട് പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാനല്ല, നേരെ അങ്ങ് പൊക്കോളും. അടിപൊളി എക്സ്പീരിയൻസ്. നല്ല വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൃത്യസമയത്ത് ഓപ്പോസിറ്റ് ഒരു ചെറിയ ബോട്ട് അതിലേക്ക് കടന്നു പോയി. അതുകൊണ്ട് പുള്ളി കയറി ഇരുന്നാണ് ഡ്രൈവർ. അതിൻ്റെ പുള്ളിക്കാരൻ കയറി ഇരുന്ന് തിരിക്കുകയാണ്. ഇനി ഈ പുള്ളി ഒന്ന് എഴുന്നേറ്റിട്ട് വേണം ഇവർക്കൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട്. എല്ലാവർക്കും വീഡിയോയും ഫോട്ടോ എടുത്തു. അതിനിടയ്ക്ക് നമ്മുടെ ഒരു വില്ലൻ പുറകോടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട്. അവനും എടുത്തു കൊടുത്തൊരു വീഡിയോയും ഫോട്ടോയും. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അതിനുശേഷം നമുക്ക് സ്നാക്സ് തരും. അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡുണ്ട്. മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് കിട്ടും. അതുപോലെ നമുക്ക് ഇടയ്ക്ക് 1-2 സ്ഥലത്ത് നമ്മൾ ഇറക്കും. അവിടെ ഇറങ്ങി നമുക്ക് അതിലേക്ക് കറങ്ങി നടക്കാം. അവിടെ ആമ്പലും താമരയൊക്കെ കാണാനായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങളെ ഇറക്കി. അതൊക്കെ പറിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ട് യാത്ര നമുക്ക് തരുന്നത്. ഇടയ്ക്കൊക്കെ നമ്മുടെ സാധാരണ റൊട്ടീൻ ലൈഫിൽ നിന്നും അടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകണം. അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. നോക്കിക്കുക എത്ര ബോട്ടുകളാണ് തിരിച്ചു പോകുന്നതെന്ന്. അടിപൊളി ട്രിപ്പ്.